ഞാൻ നമ്മുടെ നോട്ടീസ് വായിക്കാം. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി ഒപ്പുശേഖരണ ക്യാമ്പയിൻ വിജയിപ്പിക്കുക. സുഹൃത്തെ, കേരളത്തിലെ സ്റ്റേറ്റ് സർവീസ് പെൻഷൻകാർ മൗലികവും ജീവൽപ്രധാനവുമായ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വയോധികരാണ്. സംസ്ഥാനത്തിൻ്റെ വികസന ക്ഷേമ സേവന രംഗങ്ങൾക്ക് കരുത്ത് പകർന്നവരും 55 വയസ്സ് മുതൽ 100 അതിനു മുകളിലും പ്രായമുള്ള മുതിർന്ന പൗരസമൂഹത്തിന് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ കുടിശ്ശികയായിട്ട് 5 വർഷം പിന്നിട്ടിരിക്കുകയാണ്. ജീവിതകാലത്ത് തന്നെ ലഭിക്കേണ്ട മാറ്റിവെക്കപ്പെട്ട വേതനവും 2021 ജനുവരി മുതലുള്ള ക്ഷാമാശ്വാസവും 2019 പെൻഷൻ പരിഷ്കരണ സാമ്പത്തിക ആനുകൂല്യങ്ങളും ലഭിക്കാതെയും അനുഭവിക്കാതെയും 1 ലക്ഷത്തോളം പെൻഷൻകാർ കുടുംബത്തെയും നമ്മെയും ഇഹലോകത്തെയും വിട്ടുപിരിഞ്ഞുപോയി. 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുൻപായി അനുവദിച്ച 1/1/2021 പ്രാബല്യത്തിലുള്ള 2% മുൻകാല പ്രാബല്യം അനുവദിക്കാതെ 2024 ഏപ്രിൽ മുതൽ മാത്രമേ തുക അനുവദിച്ചുള്ളൂ. 1/7/2021 പ്രാബല്യത്തിൽ ലഭിക്കേണ്ട 3% ക്ഷാമാശ്വാസം വയനാട് പാർലമെന്റ്, ചേലക്കര, പാലക്കാട് അസംബ്ലി മണ്ഡലങ്ങളുടെ ഉപതെരഞ്ഞെടുപ്പിന് മുൻപായി അനുവദിച്ചപ്പോഴും കുടിശ്ശികയെ സംബന്ധിച്ച പരാമർശം പോലുമില്ല എന്നത് പ്രതിഷേധാർഹമാണ്. ഓരോ പെൻഷൻകാരനും 1/1/2022 മുതൽ വിവിധ കാലയളവിലായി ഇപ്പോൾ ലഭിക്കേണ്ട 19% ക്ഷാമാശ്വാസവും ലഭിക്കുന്നില്ല. 5.25 ലക്ഷത്തിലധികം വരുന്ന സംസ്ഥാന സർവീസ് പെൻഷൻകാരിൽ ഓരോരുത്തർക്കും അടിസ്ഥാന പെൻഷന്റെ 19% തുക നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ശരാശരി ഒരു പെൻഷനറുടെ അടിസ്ഥാന പെൻഷൻ 15,000 രൂപ എന്ന് പരിഗണിച്ചാൽ 15,000 × 19% 2,850 രൂപ ഓരോ മാസത്തിലും ക്ഷാമാശ്വാസ ഇനത്തിൽ മാത്രം അർഹതപ്രകാരം ലഭിക്കേണ്ടത് ലഭിക്കുന്നില്ല. ഇതോടൊപ്പം തന്നെ 2019 ജൂലൈ പ്രാബല്യത്തിൽ നടപ്പാക്കിയ പങ്കാളിത്ത പെൻഷൻ പുനഃപരിശോധിക്കുമെന്ന് പ്രകടന പത്രികയിലെ വാഗ്ദാനം പാലിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും LDF സർക്കാർ നടപ്പിലാക്കേണ്ടതുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ നയസമീപനങ്ങൾ മൂലം നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെടെ വില ക്രമാതീതമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് പെൻഷൻകാർ ഉൾപ്പെടുന്ന പൊതുസമൂഹത്തിൻ്റെ ജീവിതം ദുസ്സഹമായിരിക്കുന്നു. ഈ സ്ഥിതിയിലും 5 വർഷത്തിലൊരിക്കൽ പെൻഷൻ പരിഷ്കരണത്തിന് കാലയളവ് 1/7/2024 4 മാസം മുൻപ് പിന്നിട്ടിട്ടും ഈ സർക്കാർ ഇതിനായി ഒരു നടപടി സ്വീകരിക്കാത്തതും ക്ഷന്തവ്യമല്ല. മെഡിസിപ്പ് പദ്ധതി അപാകതകൾ പരിഹരിച്ച് കാര്യക്ഷമവും ഫലപ്രദവുമായി നടപ്പാക്കുന്ന വിധം സ്റ്റേറ്റ് ഇൻഷുറൻസ് വകുപ്പിനെ ചുമതലപ്പെടുത്തണം. ട്രഷറികൾ കൂടുതൽ പെൻഷനർ സൗഹൃദപരമാക്കണം എന്നീ നിർദ്ദേശങ്ങളും പെൻഷൻ കൗൺസിൽ മുന്നോട്ട് വച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ കേരളത്തിലെ സർക്കാരിനോട് വൈര്യനിരാധന ബുദ്ധിയോടെ അർഹതപ്പെട്ട തുക അനുവദിക്കാതെ സാമ്പത്തിക ഫെഡറലിസത്തെ ക്രൂരമായ വിധം മുറിവേൽപ്പിക്കുന്നുണ്ട് എന്ന വസ്തുത നിലവിലുണ്ട്. വയനാട് ദുരന്ത പശ്ചാത്തലത്തിലും ഇത് അനുവർത്തിക്കപ്പെടുന്നുവെന്നത് ക്രൂരമായ അവഗണനയുടെ ദീദിതമായ മുഖമാണ്. കേരള സർക്കാർ വയോജന സംരക്ഷണം ഉൾപ്പെടെ പൊതുവായി സ്വീകരിക്കുന്ന പുരോഗമന നടപടികൾ സാമൂഹ്യ പുരോഗതിയും നീതിയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാകുന്നുവെന്ന് ശുഭോദർക്കമാണ്. ഈ വിധം പൊതുവീക്ഷണമുള്ള സംസ്ഥാന സർക്കാർ ഇത്തരുണത്തിൽ ഇടതുപക്ഷ സ്വഭാവത്തിലും വർഗപരമായ സമീപനത്തിലുമൂന്നി സാമ്പത്തിക വിതരണത്തിന് മുൻഗണനാക്രമം നിശ്ചയിക്കേണ്ടതുണ്ട്. വയോധികരായ സംസ്ഥാന സർവീസ് പെൻഷൻകാർക്ക് കുടിശ്ശികയായ ആനുകൂല്യങ്ങൾ ജീവിതകാലത്ത് തന്നെ ലഭ്യമാക്കാനും അവർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് സത്വര നടപടികൾ സ്വീകരിക്കാനും ബാധ്യസ്ഥരമാണ്. ഈ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കൗൺസിൽ നടക്കുന്ന പ്രക്ഷോഭ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകാനും അതിൻ്റെ ഭാഗമായുള്ള സർവീസ് പെൻഷൻകാരുടെ ഒപ്പുശേഖരണ ക്യാമ്പയിനോട് സഹകരണമുണ്ടാവണമെന്നും അഭ്യർത്ഥിക്കുന്നു. സുകേശൻ ചൂലിക്കാട്, പ്രസിഡന്റ്, N. ശ്രീകുമാർ, ജനറൽ സെക്രട്ടറി, കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി.
തൃശൂർ ജില്ലയിലെ 17 ട്രഷറികൾക്ക് മുൻപാകെ സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കൗൺസിൽ തൃശൂർ ജില്ലാ കമ്മിറ്റി 2024 ഡിസംബറിൽ നടത്തുന്ന ഒപ്പുശേഖരണ ക്യാമ്പയിനിൽ ഒപ്പിട്ടും തുടർന്ന് സംഘടനയുടെ പെൻഷൻ സമൂഹത്തിന് വേണ്ടിയുള്ള പ്രചരണ പ്രക്ഷോഭ പരിപാടികളിലും സഹകരിച്ച് വിജയിപ്പിക്കാൻ അഭ്യർത്ഥിക്കുന്നു. PK ശ്രീരാജകുമാർ പ്രസിഡന്റ്, KC തമ്പി സെക്രട്ടറി, P കൃഷ്ണപ്രകാശ് ട്രഷറർ. നോട്ടീസ് അവസാനിക്കുന്നു.